Meet the editors. പോലീസ് ഗുണ്ടായിസമോ കേരളത്തിലുള്ളത് എന്നാണ് ചോദ്യം. സ്മൃതി. ഉറപ്പായിട്ടും പോലീസ് ഗുണ്ടായിസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ പോലീസ് സ്റ്റേഷന് അകത്ത് നടക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇത് വ്യത്യസ്തമാകുന്നത്. അല്ലെങ്കിൽ പോലീസ് അടിച്ചു എന്നുള്ള വിവരം പിന്നീട് പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഒരു പരാതിയായി വരുന്നു, അല്ലെങ്കിൽ കസ്റ്റഡി മരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പോലീസ് മുഖത്തടിക്കുകയും കുനിച്ചു നിന്ന് അടിക്കുകയും മുഖത്തടിക്കുകയും കർണപടം തകർക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ. അപ്പുറമുള്ള മർദ്ദനങ്ങൾ വേറെയും നടന്നിട്ടുണ്ട് എന്ന് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്, പ്രാദേശിക നേതാവ് നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് കാഴ്ച. ഇപ്പോൾ സുജിത്തിൻ്റെ ആ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം തുടർച്ചയായി നമ്മൾ എത്ര വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുജിത്തിൻ്റെ കാര്യത്തിൽ തന്നെ അന്ന് തന്നെ അത് വാർത്തയായി. 2023 സംഭവം നടക്കുമ്പോൾ തന്നെ വാർത്തയാവുകയും പ്രതിഷേധമുയരുകയും ചെയ്തപ്പോൾ അന്ന് ഈ ആരോപണ വിധേയരായ SI അടക്കമുള്ള 4 പോലീസുകാർക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതായിരുന്നു നടപടിയായി വന്നത്. അപ്പോൾ അതൊരു നടപടിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. അത് അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ അത് അവിടെ അവസാനിക്കാതിരിക്കാൻ സുജിത്തെടുത്ത മുൻകൈ കൊണ്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. സുജിത്ത് കോടതിയെ സമീപിക്കുന്നു, കോടതിയിൽ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. സുജിത്തിന് ജാമ്യം നൽകുമ്പോൾ സുജിത്തിനെതിരെ പോലീസ് എന്താണോ പറഞ്ഞത് അതൊക്കെ കളവാണെന്ന് തെളിയുകയായിരുന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കി പോലീസിനെ SIയെ ആക്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. അങ്ങനെ ജാമ്യം ലഭിച്ചു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി കുറേ ശ്രമിച്ചു. പോലീസ് നൽകിയില്ല. പോലീസ് പറഞ്ഞത് അവിടെ പോക്സോ കേസ് ഇരയുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു തടസ്സമായി പറഞ്ഞത്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു നൽകേണ്ടി വന്ന് വിവരാവകാശ അപ്പീലിലാണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞു അത് ദൃശ്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമതായി കാണുന്നത് എന്താണ്? അടുത്ത ഔസേപ്പ് എന്ന വ്യവസായിയുടെ പരാതിയാണ്. ആ പരാതിയിലും നമ്മൾ 2 തരം ദൃശ്യങ്ങൾ കാണുന്നു. പുറത്തുണ്ടായിരിക്കുന്ന ഒരു സംഘർഷത്തിൻ്റെ വ്യാപാരിയും അല്ലെങ്കിൽ അവിടേക്ക് പരാതിക്കാരനായി വന്നിരിക്കുന്ന ആളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യവും വരുന്നുണ്ട്. അതൊരു പക്ഷേ ആ സംഘർഷമായിരിക്കാം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടാകുക. അതിനെയാണോ അപ്പോൾ പറയേണ്ടത്? അതോ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന ഒരു പരാതിക്കാരനായോ അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടോ എത്തുന്ന ആളെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളാണോ നമ്മൾ കണ്ടത്? ആ പോലീസുകാരനെതിരെയും അന്ന് തന്നെ പരാതി വരികയും അതിന്മേലൊരു അന്വേഷണം ഉണ്ടാകുകയൊക്കെ ചെയ്താണ്, റിപ്പോർട്ടും കൊടുത്താണ്. ആ റിപ്പോർട്ട് കൊടുത്ത ശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചി കടവന്ത്രയിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലെ ചിത്രം. അപ്പോൾ ആരോപണ വിധേയർക്കൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനം, അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു രീതി താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് അങ്ങനെ ഉയരുകയാണ്. അത് സർക്കാരിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ, കാരണം ആഭ്യന്തരമന്ത്രിക്കടക്കം പലതവണ പരാതി നൽകിയ കേസുകളടക്കം വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ ഔസേപ്പിൻ്റെ പരാതി, നേരത്തെ സുജിത്തിൻ്റെ പരാതി, കോഴിക്കോട് നിന്ന് മാമുക്കോയ എന്ന് പറയുന്ന ഒരു ലീഗ് പ്രാദേശിക നേതാവിൻ്റെ പരാതി, അല്ലാതെ തന്നെ ഒരു CPMൻ്റെ ലോക്കൽ ഏരിയ സെക്രട്ടറിയുടെ പരാതിയും പറയുന്നു. അദ്ദേഹത്തിന് അത് പ്രതികരിക്കാൻ പോയപ്പോൾ പാർട്ടിയിലെ ചില പ്രവർത്തകർ പിടിച്ചുകൊണ്ടുവന്നു, പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നു. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിൽ CPM പ്രതിനിധികളാരും സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പ്രതികരിക്കണ്ടേ? കാര്യങ്ങൾക്ക് ഇത്ര വേഗം മതി എന്ന് മുഖ്യമന്ത്രി തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ പോലീസിൻ്റെ നടപടിയിലും കാണുന്നത്. ഇത്ര വേഗം മതി. മുഖ്യമന്ത്രിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ വേഗം മുഖ്യമന്ത്രി പല വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ടല്ലോ. പ്രതികരിക്കാമല്ലോ. നമുക്ക് ഇതിനു മുമ്പ് പല സംഭവങ്ങളും പോലീസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് മുഖ്യമന്ത്രി പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കില്ല എന്ന് പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ADGP MR അജിത് കുമാറിന്റെ വിഷയം അതിശക്തമായി ഉയർന്ന് ഒരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹത്തെ വേദിയിലിരുത്തി പോലീസിലും ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് ആ പുഴുക്കുത്തിനെ സംരക്ഷിക്കാൻ എത്രത്തോളം ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ മുല്ലക്കാഴ്ചയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് ശരിയാണ്. പ്രതിപക്ഷം സുജിത്തിന്റെ വിഷയം ഏറ്റെടുക്കുന്നു, സുജിത്തിന്റെ വീട്ടിൽ പോകുന്നു, അതൊരു പ്രക്ഷോഭമായി കൊണ്ടുപോകാൻ പോകുന്നു. സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് കൃത്യമായ ആയുധം കിട്ടിയിരിക്കുകയാണ്. 1ഉം 2ഉം കേസുകളല്ല, ഇനി നാളെയും കൂടുതൽ ദൃശ്യങ്ങൾ വരുമെന്നേ. എന്തിനാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പോലീസ് സ്റ്റേഷനുകളെ വിളിക്കാൻ തുടങ്ങിയത്? ജനങ്ങൾക്ക് ഏത് സമയം ഏത് പാതിരാത്രിയും വന്ന് കാര്യങ്ങൾ പറയാൻ, പരാതിപ്പെടാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം പോലീസ് പെരുമാറേണ്ടത് എന്ന സങ്കല്പത്തിലാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ജനമൈത്രി പോലീസ് എന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് പേരിട്ടത്. ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ CCTV വെക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ സുതാര്യമാക്കാനാണ്. ആ ആക്കാൻ വെച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ഈ രണ്ടും ഇപ്പോൾ വന്നിരിക്കുന്ന 2 കേസുകളും 2023 നടന്നതാണ്. 1.5 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ പോലീസ് അതിന്മേലെടുത്തിരിക്കുന്ന നടപടി ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു. കോടതിയിൽ എത്തിയ ശേഷം കോടതി പറഞ്ഞ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ക്രൈമുകളുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ 2023 കണക്കാണ് തോന്നുന്നു. കഴിഞ്ഞ 2023 ജനുവരിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കാണ്. അതെ, 828 പേര് ക്രിമിനൽ
അല്ല, അതല്ല ഞാൻ പറയുന്നത്. 17 പേർ ഈ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു എന്നുള്ള നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 40 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി നേരിട്ടു എന്ന് പറയുന്നുണ്ട്. 22 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 14 പേരെ തിരിച്ചെടുത്തു എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ സുജിത്തിന്റെ കാര്യത്തിൽ സസ്പെൻഷൻ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ ഒരു നടപടിയല്ലല്ലോ. ഒരു ആരോപണം വരുമ്പോൾ മാറ്റി നിർത്തുന്നു എന്നത് മാത്രമാണ് നടപടി എന്ന് പറയുന്നത്. ഇവർക്ക് യഥാർത്ഥത്തിൽ ഗുണ്ടായിസം കാണിക്കുന്നു എന്നുള്ളതാണ്. ഗുണ്ടായിസം കാണിക്കുന്നവർക്ക് പ്രചോദനമാകുന്ന, അല്ലെങ്കിൽ അവർ അത് ചെയ്തോട്ടെ എന്ന ഒരു സമീപനമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പോലീസിനകത്ത് ക്രിമിനലുകൾ എത്രയുണ്ട് എന്ന കണക്കെടുക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ കാലത്ത് 108 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു, അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു വാദം പറയുന്നുണ്ട്. അത് മാത്രം മതിയോ? പോലീസുകാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവർ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ മേലുദ്യോഗസ്ഥർ കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ പക്കൽ എന്നും പോലീസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുമ്പോൾ അത് പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് പ്രതികരിക്കാൻ ഇനിയും സമയമുണ്ട്. ഇന്ന് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഗുരുജയന്തി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഇത്ര പ്രാധാന്യം മതി എന്നാണോ? ഇതിപ്പോൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു പ്രാദേശിക നേതാവിനുണ്ടായ അനുഭവം മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല എന്ന രൂപത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ കുറ്റമാണ്. അതായത് ഈ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട പോലീസ് സേനയ്ക്ക് അങ്ങനെ തുടർന്നോളൂ എന്ന മൗനാനുവാദമാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഓക്കെ, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയുക എന്നതാണ് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ കേരള സർക്കാരിനെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താവട്ടെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താവട്ടെ, സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തിയൊരു വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്കും വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ ഈ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ദുർബലമായ വകുപ്പ് എന്ന് പറയുന്നത്, അഥവാ കേരളത്തിലെ മന്ത്രിസഭയിലെ ഏറ്റവും ദുർബലനായ മന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ബാക്കി എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും കേരളം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തുമൊക്കെ ഏകോപിപ്പിക്കാനൊക്കെ കഴിഞ്ഞ ഒരു ഭരണകർത്താവാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ ഭദ്രമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഇത് ആദ്യമായി ഞാൻ പറയുന്നതല്ല. ആഭ്യന്തര വകുപ്പിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കയറൂരി വിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ അതിന്മേലൊരു രാഷ്ട്രീയ നിയന്ത്രണം ഈ സർക്കാരിന് ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഉദ്യോഗസ്ഥ ഭരണം മാത്രം നടക്കുന്നൊരു സംവിധാനമാണ്. അതങ്ങനെ നടന്നാൽ പോരാ എന്നുള്ളതാണ്. കാരണം കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 11, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6 കസ്റ്റഡി മരണങ്ങൾ ഈ പിണറായി സർക്കാരിൻ്റെ പോലീസിൻ്റെ കീഴിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ കുറവെന്ന് തോന്നാം. പക്ഷേ നമ്മളുടെ ജനാധിപത്യ മാതൃകയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിന് ചേരുന്നതല്ല ഈ കണക്കുകൾ എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം തുടക്കത്തിൽ പറയാം. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ദയനീയ പരാജയമാണ് എന്ന് ഞാൻ പറയുന്നത്? പോയിന്റ് നമ്പർ 1, ഈ കേസ് മാത്രം, 2 കേസുകൾ മാത്രം നമുക്ക് ടെസ്റ്റ് സാമ്പിളായിട്ട് എടുക്കാം. അതിലൊന്ന്, നേരത്തെ പറഞ്ഞ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് അധികാരികൾ കണ്ടിട്ടും അതിന്മേലൊരു അന്വേഷണം നടന്നിട്ടും ആ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ KC സേതു എന്ന് പറയുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൽ ശശിധരൻ അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും, ജില്ലാ പോലീസ് മേധാവി ആ റിപ്പോർട്ട് കണ്ടിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ്. അതിന്മേലുള്ള നടപടി കേവലം ഒരു 2 ഇൻക്രിമെൻ്റ് തടയലിലും ഒരു പ്രൊമോഷൻ തടയലിലും തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് മാറ്റലുമായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ്. ഇവർ ഈ സർവീസിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ട മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണല്ലോ. മാത്രമല്ല, ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ വളരെ കൃത്യമായി പറയുന്ന കാര്യമുണ്ട്. ഇതിൽ മർദ്ദനം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. CCTV ഇല്ലാത്ത മുറിയിലേക്ക് ഈ സുജിത്തിനെ കൊണ്ടുപോയി എന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സേതുവിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നേ. ആ റിപ്പോർട്ട് പോലീസ് മേധാവി കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആദ്യത്തെ വീഴ്ച അവിടെയാണ്. അതായത് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു എന്ന് ക്രൈം റെക്കോർഡ്സിൻ്റെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നൊരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടും നടപടി എടുക്കാതെ പോയി. വീഴ്ച ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളക്കളി,
അത് ഈ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ പോയിട്ടുണ്ടോ? പോലീസ് സംവിധാനം ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എല്ലാം സുതാര്യമാകണം എന്നുള്ള ഒരു നിലപാടല്ലേ ഇടത് സർക്കാരിനുള്ളത്? പോലീസ് സ്റ്റേഷനുകളിൽ 2020 മുതൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ക്യാമറ, CCTV ക്യാമറ വേണം എന്നുള്ളത് പരംവീർ സിംഗ് സൈനി കേസിലെ ഏറ്റവും സുപ്രധാനമായ വിധിയായിരുന്നില്ലേ? ഇന്നും കേരളത്തിലെ എത്ര പോലീസ് സ്റ്റേഷനുകൾ CCTVകൾ പ്രവർത്തിക്കുന്നുണ്ട്? പലപ്പോഴും CCTVയുടെ ദൃശ്യങ്ങളിൽ പതിയാത്ത ഇടങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരുക്കി വെച്ചിട്ടില്ലേ? ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മുകളിലത്തെ മുറിയിൽ CIയുടെ മുറിയായി കരുതിയിരുന്ന, പഴയ CIയുടെ മുറിയായിട്ട് കരുതിയിരുന്ന മുറിയിൽ CCTV ദൃശ്യങ്ങളില്ല. ആ CCTV അവിടെ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ചൂരൽ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. ഈ CCTV ദൃശ്യങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും രാത്രിയിലാണെങ്കിൽ അവിടെ അതിനുള്ള ദൃശ്യങ്ങളടക്കം ഉണ്ടാവണം, വെളിച്ച സംവിധാനമുള്ള CCTV സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നാണ് ഈ കേസിൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമാണ്. അത് ലംഘിക്കപ്പെട്ടു. അതുമാത്രമല്ല, ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു. പോക്സോ കേസിലെ ഒരു ബന്ധു അവിടെ നിൽപ്പുണ്ട്. മാവോവാദികളായിട്ടുള്ള ആളുകളുടെ ഐഡന്റിറ്റി പുറത്തു വരും. എത്ര ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് പോലീസ് സംവിധാനം ഇവിടെ കാണിച്ചത്. ആരോടാണെന്നേ ഈ പോലീസ് സംവിധാനം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്? ഈ ജനങ്ങളോടാണോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ CCTV ദൃശ്യങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ സുജിത്തിനേറ്റ മർദ്ദനത്തിൻ്റെ ഏതെങ്കിലും ഒരു വലിയ ഗൗരവം നമുക്കുണ്ടാകുമായിരുന്നോ? ഈ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുമായിരുന്നോ? ഇപ്പോഴും ഈ 4 ഉദ്യോഗസ്ഥർ കാക്കിയിട്ടുകൊണ്ട് ഇതേ പീഡനം അതേ സ്റ്റേഷനുകളിൽ തുടരുമായിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതറിയുന്നില്ലേ? അതും ജില്ലാ പോലീസ് മേധാവി അടക്കം അന്വേഷിച്ച റിപ്പോർട്ടാണ്. ഈ ദൃശ്യങ്ങൾ അവർ കണ്ടതല്ലേ? ആ ദൃശ്യങ്ങൾ കണ്ടിട്ടും ആ ദൃശ്യത്തിൽ ഒരു അപാകതയും ഇല്ലെന്നാണോ തോന്നിയത്? അങ്ങനെയാണെങ്കിൽ അത് എന്ത് തരം സംവിധാനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ ഉത്തരവാദിത്വമുള്ള, ജനകീയ സ്വഭാവമുള്ള, ജനാധിപത്യ പുനഃസംഘടനയുള്ള ഒരു ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, വീഴ്ച അന്വേഷിച്ച് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ക്രൈം റെക്കോർഡ്സ് കമ്മീഷണറുടെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അതിന്മേലുള്ള നടപടി നാമമാത്രമായി ഒതുക്കി. നമ്പർ 2, അതിന്മേലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ചു ഒരു ആഭ്യന്തര വകുപ്പ്. ആ കള്ളക്കളി കളിച്ച ആഭ്യന്തര വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഇതുവരെയും ചോദ്യമുനയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യമുനയിൽ വന്നിട്ടില്ല. ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞ ഉദ്യോഗസ്ഥർ ഇനിയും പുറത്തു വന്നിട്ടില്ല. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, ഔസേപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്താ? രതീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കരണക്കുറ്റി കടിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ഔസേപ്പിൻ്റെ ഫുഡ് ആൻഡ് ഫണ്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെ മാനേജറുടെ കരടക്കുറ്റി കടിക്കുകയല്ലേ ചെയ്യുന്നത്? ആ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടില്ലേ? ആ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തത്? ആഭ്യന്തര വകുപ്പ് പ്രമോഷൻ നൽകി, ട്രാൻസ്ഫർ കൊടുത്തു കടവന്ത്ര സ്റ്റേഷനിലേക്ക്. ഇതാണോ പോലീസ് സംവിധാനം ചെയ്യേണ്ടത്? ഈ ദൃശ്യവും കണ്ടതല്ലേ? ആൻഡ് പോയിന്റ് നമ്പർ 4, എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്ന് പറയുന്നത്? സർ, ADGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റി ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ സ്വഭാവവും ഇവരുടെ പേരിലുള്ള ആരോപണങ്ങളും അന്വേഷിക്കാൻ വേണം എന്ന് ഹൈക്കോടതിയുടെ വിധിയെ തുടർന്ന് സർക്കാർ തീരുമാനിച്ചതില്ലേ? അതനുസരിച്ച് സമിതി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. എന്നാൽ ആ സമിതിയെ അന്ന് തന്നെ അട്ടിമറിച്ചു. ജില്ലാതലത്തിലുള്ള സമിതി അന്വേഷിച്ചാൽ മതിയെന്ന് തിട്ടൂരമിറക്കി. എവിടെ? സിവിൽ പോലീസ് ഓഫീസർ മുതൽ CI വരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് ജില്ലാ പോലീസ് അധികാരികൾ മതിയെന്ന് തീരുമാനമുണ്ടാക്കി. നമുക്കൊരു സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ ഉണ്ടായിരുന്നില്ലേ? ആ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കേരള പോലീസ് ആക്ട് പ്രകാരം സ്ഥാപിക്കേണ്ടതായിരുന്നില്ലേ? അതുപ്രകാരം പ്രതിപക്ഷ നേതാവും നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും അടക്കമുള്ള ADGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ ഉണ്ടായിരുന്നില്ലേ? ഒരു തവണയെങ്കിലും ആ യോഗം ചേർന്നിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്രിമിനൽ നടപടികൾ പോലീസുകാർക്കെതിരെ ഉണ്ടാകുമ്പോൾ, ആ പോലീസുകാർ തന്നെ ക്രിമിനലുകളാകുമ്പോൾ അവയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമായിട്ടുള്ള സംവിധാനങ്ങളുടെ ദയനീയ പരാജയമാണ് പോലീസ് കംപ്ലയിൻസിൽ നിർവീര്യമായി കിടക്കുന്ന ഒരു സ്ഥാപനമല്ലേ? ഇവിടെയാണ് സർ അങ്ങയുടെ ആഭ്യന്തര വകുപ്പ് ദയനീയമായി കുത്തഴിഞ്ഞ നിലയിലാണെന്ന് പറയേണ്ടി വരുന്നത്. തിരുവല്ലയിൽ ഒരു AIGയുടെ കാറ്, സ്വകാര്യ കാറാണ്, അത് ആ വാഹനം ഇടിച്ചൊരു നേപ്പാളി സ്വദേശിയായ ഹോട്ടൽ ജീവനക്കാരന് പരിക്കേറ്റു. ഉടൻ തന്നെ അവിടുത്തെ പോലീസുകാർ ആർക്കെതിരെ FIR ഇട്ടെന്നറിയാമോ? ആ നേപ്പാളി സ്വദേശിയായ ഹോട്ടൽ ജീവനക്കാരന്. പാവപ്പെട്ട മനുഷ്യർ അന്താളിച്ചു പോയി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് ഏമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് താഴ്ന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു വലിയ ഒരു പ്രവർത്തനം. നോക്കൂ, ഒരു നേപ്പാൾ സ്വദേശിയായ ഒരു സാധാരണ കൂലിവേല തൊഴിലാളിക്കെതിരെ കേസിടും. അയാൾ ആശുപത്രി കിടക്കുമ്പോഴാണ് എന്നത് ഓർമ്മിക്കണം. തിരുവനന്തപുരത്ത് ബിന്ദു എന്നു പേരുള്ള ഒരു ദളിത് യുവതിയെ മാലമോഷണം ആരോപിച്ച് 20 മണിക്കൂറല്ലേ പോലീസ് സ്റ്റേഷനിൽ ഇതേ പോലീസ് സംവിധാനം ടോർച്ചർ ചെയ്തത്? ആ പോലീസ് സ്റ്റേഷനിൽ അവർ നേരിട്ട അവമതിപ്പ്, അവർ നേരിട്ട അപമാനം
ശതമാനം അതിനുള്ള കണക്ക് ഇനിയും പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന കാര്യമല്ലേ? ഈ ശുചിത്തിൽ അവസാനിക്കുന്നില്ലെന്നേ, ഔസേപ്പിൽ അവസാനിക്കുന്നില്ലെന്നേ. നമ്മുടെ മുന്നിൽ രാജ്കുമാറില്ലേ നെടുങ്കണ്ടത്ത്, നമ്മുടെ മുന്നിൽ 2005 കൊല ചെയ്യപ്പെട്ട ഉദയകുമാറില്ലേ, ഉദയകുമാറിന്റെ അമ്മ ഇപ്പോഴും ചോദിച്ചുകൊണ്ട് കോടതി വരാന്തയിൽ നിന്ന് നമുക്ക് നൽകിയ ബൈറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ശരിയാണ്, അതെന്ന് UDF സർക്കാരിന്റെ കാലത്താണെന്ന് പറയാം. പക്ഷേ അതിലെ കുറ്റവാളികളായവർക്കെതിരെ ഒരു തെളിവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. CBI അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു തെളിവും കൊടുക്കാതെ ഈ ഗൂഢസംഘം കേരള പോലീസിലെ ഒരു വലിയ വിഭാഗം ക്രിമിനലുകൾ ഒത്തുകളിച്ചു. ഒരു തെളിവുമില്ലാതെ അവർ കുറ്റവിമുക്തരായി ഇറങ്ങിപ്പോതില്ലേ? ഒടുവിൽ ആ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, പോലീസുകാരല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലിട്ട് എൻ്റെ മകനെ ആരാണ് ഉരുട്ടിക്കൊന്നത് എന്ന് 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ ആ കോടതിയുടെ വരാന്തയിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് അങ്ങ് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങേക്ക് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലീസിന്റെ മർദ്ദനമേറ്റതിന്റെ ചരിത്രം അങ്ങ് പറയാറുണ്ട്. എന്നാൽ ഇന്ന് ഈ പൗരന്മാർക്ക് കിട്ടുന്ന മർദ്ദനം അങ്ങേക്ക് കിട്ടിയ മർദ്ദനത്തിന്റെ അതേ തോതിലും അതേ അളവിലും അതിൽ കൂടുതലുമാണ്. പക്ഷേ ഒരു പ്രശ്നം, അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടിട്ടും ജനാധിപത്യമുള്ളൊരു കാലത്ത്, അടിയന്തരാവസ്ഥ ഇല്ലാതാവുന്നൊരു കാലത്തും കേരള പോലീസിന്റെ ക്രൂരമർദ്ദനം തുടരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ തലപ്പത്ത് അങ്ങ് മുഖ്യമന്ത്രിയായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും തുടരുന്നുണ്ടെങ്കിൽ അത് നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നിപ്പോൾ രാജന്റെ അതേ നിലവിളിയാണെന്നേ, രാജന്റെ അച്ഛൻ്റെ ഈശ്വരവാര്യരുടെ അതേ നിലവിളിയാണ് ഉദയകുമാറിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. എൻ്റെ മകനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഒരു അച്ഛനാന്ന് ചോദിക്കുന്നു. ഇന്നൊരു അമ്മ കോടതിയുടെ വരാന്തയിൽ കയറി നിന്ന് ചോദിക്കുന്നു, എൻ്റെ മകനെ പോലീസുകാരല്ലെങ്കിൽ ആരാണ് ഉരുട്ടിക്കൊന്നത്, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കണക്ക് കൂടി അറിയണം. ഇത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള പോലീസ് സേന ഈ ഫ്യൂഡൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും ജനാധിപത്യവും പൗര അവകാശ വിരുദ്ധവുമായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിലെ ഞെട്ടിക്കുന്ന ചില കണക്കുകളിലെ നാഷണൽ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ടോർച്ചർ 2019 സമർപ്പിച്ചിരിക്കുന്ന ഒരു കണക്ക് പ്രകാരം പറയുന്നുണ്ട്, നമ്മളുടെ ഈ രാജ്യത്ത് ഓരോ ദിവസവും 5 പോലീസ് കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നുണ്ട്. മൊത്തം 5 വർഷത്തിനുള്ളിൽ 345 കസ്റ്റഡി മരണങ്ങൾ നടന്നതിൽ 123 അറസ്റ്റുകൾ മാത്രം രേഖപ്പെടുത്തുകയും 79 കുറ്റപത്രങ്ങൾ മാത്രം കൊടുക്കുകയും അതിലൊരാൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്ത സാഹചര്യമുണ്ട് കേരളമടക്കമുള്ള ഇന്ത്യയിൽ. ഇതാണ് അവസ്ഥ. പോലീസ് സേനയെ അനിയന്ത്രിതമായി കൈയഴിച്ചു വിട്ടാൽ കരുളായിയിൽ സംഭവിച്ചതുപോലെ, സർ 8 വ്യാജ ഏറ്റുമുട്ടലുകൾ കേരളത്തിൽ നടന്നു എന്ന ആരോപണമുള്ളൊരു സ്ഥലമാണ് സർ കരുളായിയിലടക്കം. മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങളുണ്ടാവും. അതിനുള്ള മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്നാണ് എൻ്റെ ടേക്ക്. നമ്മളുടെ മുന്നിൽ ഒരുപാട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. നാഷണൽ കമ്മീഷന്റെ 3ാമത്തെ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ രാജ്യത്തെ അറസ്റ്റുകളിൽ 60% 60% അറസ്റ്റുകളും ഇന്ത്യയിൽ നടക്കുന്നത് എങ്ങനെയാണ്? അന്യായമായിട്ടുള്ള അറസ്റ്റാണ്. കേരളത്തിലേതടക്കം ഇന്ന് വയനാട്ടിൽ ഒരു മനുഷ്യനെ പുറത്തുവിട്ടിട്ടുണ്ട്, പേര് തങ്കച്ചൻ എന്നാണ്. എന്താണ് അയാൾ ചെയ്ത കുറ്റം? തങ്കച്ചൻ നിരപരാധിയാണെന്ന് കണ്ട് 17 ദിവസത്തിനകം പുറത്തുവിട്ടിരിക്കുന്നു. മദ്യക്കുപ്പികൾ സൂക്ഷിച്ചതിനും തോട്ടയടക്കമുള്ള സ്ഫോടക വസ്തു സൂക്ഷിച്ചതിനും ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, പ്രസാദ് എന്ന മറ്റൊരാളാണ് അത് ചെയ്തതെന്ന് പോലീസിന് ബോധ്യമാവുന്നു. 17 ദിവസം അയാളെ ഒരു രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ ജയിലിൽ അടച്ചിട്ട് തിരിച്ചു കൊണ്ടുവിടുകയാണ്. ഈ തങ്കച്ചൻ അനുഭവിച്ച മാനസിക വിഷമത്തിന് ആര് സമാധാനം പറയും സർ? ബിന്ദു എന്ന ദളിത് യുവതി ആ പോലീസ് സ്റ്റേഷനിൽ മാല മോഷ്ടിച്ചു എന്ന പേരിൽ പോലീസിന്റെ മാനസിക പീഡനത്തിന് ഇരയാകേണ്ടി വന്നതിൽ ആര് സമാധാനം പറയും സർ? ഈ പറയുന്ന ഉദയകുമാറിന്റെയും രാജ്കുമാറിന്റെയും ബന്ധുക്കളോട് ആര് സമാധാനം പറയും സർ? സുജിത്തിന്റെയും ഇപ്പോൾ ഇത് ഔസേപ്പിന്റെ ഹോട്ടലിലെ മാനേജറുടെയും മുഖത്ത് അടിച്ച പോലീസ് അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും ചവിട്ടി മെതിച്ചതിന് ആര് സമാധാനം പറയും സർ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, ഈ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ല. അഥവാ രാഷ്ട്രീയമായ ആ നിയന്ത്രണം, ഭരണപരമായിട്ടുള്ളൊരു നിയന്ത്രണം കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സർക്കാരിലെ ഏറ്റവും ദുർബലമായ ഒരു മന്ത്രിയായി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഉപേന്ദ്ര ബക്ഷിയുടെ കേസിൽ 1987 അർണേഷ് കുമാർ 2017, നമ്പിനാരായണൻ കേസിൽ 2018 ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ ഓരോന്നായിട്ട് തെളിമയോടുകൂടി അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും CCTVയുടെ ക്യാമറകൾ തിരിയാത്ത ഇടിമുറികൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. ഇടിമുറികളിൽ ഉള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞാൽ പോലും അത് നമുക്ക് നൽകാതിരിക്കാനുള്ള ഗൂഢസംഘമായി പ്രവർത്തിക്കുന്ന ഒരു കൊട്ടേഷൻ സംഘമായി ഒരു വിഭാഗം പോലീസുകാർ മാറിയിട്ടുണ്ട്. മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളത് അവരുടെ മുദ്രാവാക്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ രാഷ്ട്രീയമായ ഭരണപരമായ നിയന്ത്രണമില്ലെങ്കിൽ ഈ പോലീസ് സേനയും കൊട്ടേഷൻ സംഘവും തമ്മിൽ ബന്ധമില്ലാതെ വരും. അങ്ങനെ വന്നാൽ തമ്മിൽ യാതൊരു തരത്തിലുള്ള
വ്യത്യാസവുമില്ലാതെ വരും. അങ്ങനെ വന്നാൽ ജനം സ്വാഭാവികമായി തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. സുജിത്ത് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയമായി മൗനം പാലിക്കുന്ന ആളുകളുണ്ട്. അവരോടാണ്, ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ നാളെ നിങ്ങൾക്കാണ് ഈ പോലീസ് സേനയ്ക്ക് ആ അർത്ഥത്തിൽ കൃത്യമായി നിയന്ത്രണം ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും മോശം പെർഫോമൻസ് ആണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിയുമെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് രാജിവെക്കണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പോലീസ് ഗുഡായിസമോ എന്നാണ് ചോദ്യം. ജിമ്മി, 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസം ഒരേ ജില്ല, അവിടെ നടന്ന 2 സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങൾ. അതിൻ്റെ പിന്നാലെ കൊല്ലത്തുനിന്ന് കോഴിക്കോട് നിന്നൊക്കെ ദൃശ്യങ്ങൾ വരുന്നു. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊക്കെ കൂടുതൽ ആളുകൾ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾ 1 വർഷം ആയി. അപ്പോൾ പലയിടത്തും CCTV ദൃശ്യങ്ങൾ ഇനിയും വരാനുണ്ട്. കേരളം ഇനിയും ഞെട്ടാനുണ്ട്. അതാണ് സ്ഥിതി. പക്ഷേ കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ, കേരളത്തിന് പുറത്തുള്ള പോലീസുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഒരു 15-25 വർഷം മുമ്പുള്ള പോലീസുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭേദമാണ് കേരളത്തിലെ പോലീസ്, എത്രത്തോളം സിവിക്കായിട്ടാണ് പോലീസുകാർ ഇടപെടുന്നത് എന്നുള്ളത്. അത് കേരള പോലീസിനുണ്ടായ ഒരു വളരെ വലിയ മാറ്റമാണ്. ഞാനത് വളരെ 2 കാലത്തും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരാളെന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെയാണ് പറയുന്നത്. കേരളത്തിന് പുറത്ത് വളരെ മോശമാണ് ഇപ്പോഴും സ്ഥിതി. അഴിമതിയുടെ കാര്യത്തിലായാലും അതിക്രമത്തിൻ്റെ കാര്യത്തിലായാലും പരാതിക്കാരുടെ കൂടെ നിൽക്കാത്തതിൻ്റെ കാര്യത്തിലായാലും. ഇതിനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, കേരളത്തിലെ പോലീസിനകത്തുണ്ടായ വളരെ വലിയ മാറ്റം. അത് ഭരണപരമായി തന്നെ വളരെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം ഉണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും ആരടാ എന്ന് പോലീസ് ചോദിച്ചാൽ ഞാനടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ജനത കേരളത്തിലുള്ളത് കൊണ്ടും പോലീസിന് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു സിവിക് സമൂഹം കേരളത്തിലുള്ളത് കൊണ്ടുമാണ്. അങ്ങനെ കേരളത്തിലെ പോലീസിനെ മര്യാദ പഠിപ്പിച്ച ഇവിടുത്തെ വളരെ വലിയ ജനകീയ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അങ്ങനെയാണ് കേരള പോലീസിന് മര്യാദ വന്നത്. ഒപ്പം കേരളത്തിലെ പോലീസിലേക്ക് വളരെ നല്ല ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ വന്നതാണൊന്ന്. മറ്റൊന്ന് കോടതി വിധികളാണ്. സുപ്രീം കോടതി അടക്കം വളരെ നിർണായകമായ കോടതി വിധികൾ വന്നപ്പോൾ ആ കോടതി വിധി നടപ്പിലാക്കുന്നതിൽ മുന്നിൽ നിന്നൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 24 മണിക്കൂറിനകം അറസ്റ്റ് പിടിക്കപ്പെട്ടാൽ അയാളെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം മര്യാദക്കൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലെയാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, നമുക്കറിയാവുന്ന പല കേസുകളിലും ചില ഞൊടുക്ക് വിദ്യകളെ കാണിച്ചു തുടങ്ങുന്നത് മാധ്യമങ്ങൾക്കും സന്തോഷമാണ്. ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ വാർത്ത കൊടുക്കണ്ട, പിടിച്ചാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് കോടതിയിൽ ഹാജരാണ്. അതെന്തോ പോലീസുകാർക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് പോലീസും പറയരുത്, നമ്മൾ മാധ്യമങ്ങളും പറയരുത്. ഇങ്ങനൊരു കൺസെൻസസ് ഇപ്പോൾ പലയിടത്തും പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. ആ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ 26 മണിക്കൂറുടെ കിട്ടും. ഇങ്ങനെ കോടതി വിധികളെ അട്ടിമറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കേരളത്തിൽ പോലീസ് ബീറ്റ് നോക്കുന്ന പല മാധ്യമപ്രവർത്തകരും ഇതിന് കൂട്ടു നിൽക്കുന്നതായും എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പതുക്കെ നമ്മുടെ നാട്ടിൽ സിസ്റ്റത്തിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ ബീക്കൺ ലൈറ്റുകൾ പാടില്ല എന്നൊരു സുപ്രീം കോടതി വിധിയുണ്ട്. മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിമാർക്ക്, പ്രധാനപ്പെട്ട ആർക്കും പറ്റില്ല. അത് കോടതിയുടെ വിധിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേക പ്രിവിലേജ് ഇല്ല. അപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെയും രാഷ്ട്രീയ പ്രവർത്തകർ, കേരളത്തിൽ എന്തായാലും പ്രത്യേകിച്ചും എന്താ ചെയ്തത്? ബീക്കൺ ലൈറ്റ് ഊരിമാറ്റി താഴെ ഹാലജൻ ലൈറ്റ് വെച്ച് MLA, മന്ത്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. പ്രശ്നം തീർന്നല്ലോ, കോടതി ഉത്തരവ് നടപ്പിലായല്ലോ, ഉദ്ദേശം നടക്കുകയും ചെയ്തു. ഇങ്ങനെ നാട്ടിലെ സംവിധാനങ്ങളെ, കോടതി വിധികളെ വളയ്ക്കുന്ന ഒരു പുതിയ പ്രവണത നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഈ ബീക്കൺ ലൈറ്റ് മാറ്റി താഴെ MLAക്ക് ഹാലജൻ അടിച്ചു വെച്ചപ്പോൾ പോലും നമ്മളാരും മിണ്ടിയിട്ടില്ല. നമുക്കാർക്കും അതിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ നാട്ടിലെ സംവിധാനങ്ങളെ ഒന്ന് വളയ്ക്കാൻ പുതിയൊരു പ്രവണത ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അതിന് കൈയടിച്ചു പോയോ? കേരള പോലീസിൻ്റെയോ ഏതെങ്കിലും പോലീസുകാരൻ്റെയോ മസിൽ പെരുക്കത്തിൽ അതിന് റീൽസ് ഇട്ടാൽ അതിൻ്റെ താഴെ വന്ന് കൈയടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയോ? കേരളം കാര്യമായി മാറിയിട്ടുണ്ട് ഈ പ്രത്യേക കാലഘട്ടത്തിൽ എന്നുകൂടി ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള പോലീസിൽ ഇങ്ങനെ ചില പുഴുക്കുത്തുകൾ ഉണ്ടായതെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തേത് കുന്നംകുളത്ത് നടന്ന സംഭവം, ഏപ്രിൽ മാസത്തിലെ സംഭവത്തിൽ പോലീസിൻ്റെ കൈക്കരുത്താണ്. രണ്ടാമത്തേത് പക്ഷേ അതിലും ഗൗരവമാണ്. ഒരു ഹോട്ടലിനകത്തുണ്ടായ ഒരു പ്രശ്നത്തിൽ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ആ ഹോട്ടലിലെ 2 ജീവനക്കാരെ കാരണം പുകയ്ക്കുന്ന അടി നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അരമണിക്കൂർ കഴിയുമ്പോൾ 5 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യുകയാണ്. അതിൻ്റെ തുടക്കം എന്താ? ഈ പരാതിക്കാരനും പോലീസിൽ പരാതിക്കാരനും ഹോട്ടലുകാരനും തമ്മിൽ ഒരു ചെറിയൊരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷം ഒരു ബ്ലാക്ക് മെയിലിംഗ് വിഷ്വലായി ഉപയോഗിച്ച് ആ ദൃശ്യം വെച്ച് നിന്നെയൊക്കെ അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തി അവസാനം പണം വാങ്ങിച്ചാണ് ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത്. CCTV ഉള്ളതുകൊണ്ടാണ് അതെല്ലാം പുറത്തു വന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തേത് കൈക്കരുത്തി തീർത്തതാണ്. രണ്ടാമത്തേത് പണം പിടുങ്ങാനുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. രണ്ടും നടത്തുന്നത് കേരളത്തിലെ പോലീസാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നേ.
ഈ വിഷയത്തിൽ ആദ്യ സംഭവത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടതിൻ്റെ CCTV ദൃശ്യങ്ങൾ കയ്യിലുണ്ടപ്പോഴും ആ എൻക്വയറി റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വളരെ ലാഘവത്തോടുകൂടി മർദ്ദിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെ മർദ്ദിച്ചെന്നാ? അടിച്ച് ഇഞ്ചപ്പരുവമാക്കി എന്ന് വേണം സാറേ എഴുതി വയ്ക്കാൻ. ഇനി അതല്ലെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആരോ ആകട്ടെ, അദ്ദേഹം കണ്ടതാണല്ലോ എങ്ങനെയാണ് ദൃശ്യങ്ങൾ എങ്ങനെയാണ് അയാൾ ഉപദ്രവിച്ചതെന്ന്. ഇത് അറിയാമായിരുന്നിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനം ഒരു കാരണവശാലും വളരെ മൃദുവായൊരു നടപടി എടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുക കേരളത്തിലെ ആ പോലീസിലെ 4 or 5 പോലീസ് ഉദ്യോഗസ്ഥരല്ല, ആക്ച്വലി 4 അല്ല 5 ഒരാൾ ജോലി വേറൊരു ജോലിക്ക് പോയി. ഈ ദൃശ്യങ്ങൾ കണ്ട റിപ്പോർട്ട് എഴുതി വെക്കുന്ന പോലീസ് അയാൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഞാൻ CCTV ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടു. 2 കാര്യങ്ങൾ അദ്ദേഹം അതിനകത്തുനിന്ന് മറച്ചു വെച്ചു അല്ലെങ്കിൽ വിശദമായി എഴുതിയില്ല. ഒന്ന് മൃഗീയമായ മർദ്ദനമായിരുന്നു. നിങ്ങൾക്ക് മൃഗീയമായ മർദ്ദനവും ഒന്ന് തല്ലി എന്ന് പറയുന്നതിനുള്ള വ്യത്യാസം മനസ്സിലാവാത്തതുകൊണ്ടാണ്. മനസ്സിലായിട്ട് തന്നെയാണ്. 2, CCTV ദൃശ്യമില്ലാത്ത വേറൊരു വശത്തേക്ക് കൊണ്ടുപോയി. അതൊരു ഗുരുതരമായ കുറ്റമല്ലേ? കേരളത്തിലെ കോടതികൾ, സുപ്രീം കോടതിയൊക്കെ എല്ലായിടത്തും CCTV ദൃശ്യം വേണമെന്ന് പറഞ്ഞാൽ 2 മുറിയിൽ CCTV ദൃശ്യം വേണമെന്നല്ല. എൻറ്റയർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വസ്ത്രം മാറുന്ന സ്ഥലത്തല്ലെങ്കിൽ ബാക്കി എല്ലായിടത്തും CCTV വേണമെന്നാണ്. അങ്ങനെ CCTV ദൃശ്യം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഇത് രണ്ടും അറിയാമായിരിക്കെ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ച് നിസ്സാര നടപടി എടുത്തു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തു. ഈ വിഷയത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന് വളരെ വാശിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു പോലീസ് സ്റ്റേഷനിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥരാണോ, അതിന് മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണോ, അതോ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണോ ഈ ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്? സ്വാഭാവികമായിട്ടും മേൽത്തട്ടിൽ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ, കോടതിയിലാണല്ലോ. എന്ന് മാത്രമല്ല, ഈ കേസ് കോടതി സ്വമേധയാ പ്രൈവറ്റ് കംപ്ലയിൻറ്റിൽ കേസെടുത്ത ശേഷം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ ഘട്ടത്തിൽ തന്നെ പേര് പറയണം, സേതു കേസ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, 1 വർഷം കോടതിയിൽ വരാതെ ഒളിച്ചു കളിച്ചു. അവസാനം വാറണ്ടായപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തത്. 1 വർഷം. ഇതും കേരള പോലീസിൻ്റെ തലപ്പത്ത് ഒരു ചുരുങ്ങിയത് ജില്ലാ തലത്തിന് മുകളിലെങ്കിലും മേഖലാ തലത്തിലെങ്കിലും അറിയാതെ നടക്കുമെന്നാണോ കരുതുന്നത്? ചുരുക്കത്തിൽ ഇങ്ങനൊരു വലിയ മർദ്ദനം നടന്നെന്ന് നിങ്ങൾ അറിഞ്ഞു, അതിൻ്റെ മുഴുവൻ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടി, എന്നിട്ട് കൂടെയുള്ള ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ നിങ്ങൾ കൂട്ടുനിന്നു. ഇതിനാണ് മാപ്പ് കൊടുക്കാൻ പാടില്ലാത്തത്. ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ആർക്കും പറ്റും. എൻ്റെ ചോദ്യം, ഈ എൻക്വയറി റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനോട് കോടതിയിൽ പോകണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ മുകളിലത്തെ ഉദ്യോഗസ്ഥൻ, ഇവരെല്ലാം കൂടെ നടത്തിയ ക്രിമിനൽ ഗൂഢാലോചന, കേരളത്തിലെ ഒരു റീജിയണിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരനെ അടിച്ച് കാരണം പൊളിക്കുക മാത്രമല്ല നട്ടൽ തകർക്കുകയും ചെയ്ത് മർദ്ദനം നടത്തിയത്. 2ാമത്തെ കേസിലും ഇത് തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാതിരിക്കാൻ എന്തൊക്കെ നുണ പറഞ്ഞു. ആ സമയത്ത് പോക്സോ കേസിലെ ഒരു ഇര അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, പച്ച നുണയായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാൻ കാരണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് PG പോലീസ് സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞതേ. ഇത് പറഞ്ഞത് ഒരു സാധാരണ പോലീസുകാരനല്ല, കോടതിയിൽ കൊടുത്തതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണ് 2 കേസിലും കല്ലുവെച്ച നുണകൾ പറഞ്ഞത്. ഒരു കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ 1 വർഷം കോടതിയിൽ പോകാതിരുന്നത്. ഇതിനാണ് കേരളം കണക്ക് ചോദിക്കേണ്ടത്. അല്ലാതെ 4-5 പോലീസുകാർ കൈക്കരുത്ത് തീർക്കുന്നത് പറഞ്ഞാൽ പോലീസിൽ 1000-കണക്കിന് 10,000-കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട്. അതിനകത്ത് 1-2 ആളുകൾ, അല്ലെങ്കിൽ പോട്ടെ 10, 20, 50, 100 ആളുകളുണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. പക്ഷേ എൻ്റെ വിഷയം, അതിന് കൂട്ടുനിൽക്കുകയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ക്രിമിനൽ ഗൂഢാലോചന വഴി കോടതിയിൽ കള്ളം പറയുകയും ചെയ്ത കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുക്കും? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തിടത്തോളം കാലം ഈ ചെറിയ പരിപാടി കൊണ്ട് കാരണങ്ങൾ നിൽക്കില്ല. സത്യത്തിൽ ഈ അന്വേഷണം നടത്തിയ, അതിന് മുകളിൽ നിന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. 1ാമത്തെ പ്രശ്നം. 2, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രി എത്രയോ കാലമായി അദ്ദേഹത്തിന് തോന്നുമ്പോൾ സംസാരിക്കും, അദ്ദേഹത്തിന് തോന്നുമ്പോൾ സംസാരിക്കില്ല. അത് അദ്ദേഹത്തിന് അത്രയും ലാഘവത്തോടുകൂടി കാണുന്നൊരു മനുഷ്യനാണ്. എന്ന് മാത്രമല്ല, മറന്നു പോകരുത്, 2020 ഇതേ വർഷം രക്ഷാപ്രവർത്തനത്തിൻ്റെ വർഷം കൂടിയാണ്. ഓർക്കണം, എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചവരെ സ്വാഭാവികമായും പോലീസ് അടിക്കും, അത് നമുക്ക് മനസ്സിലാവും. പോലീസ് മാറ്റി നിർത്തും. സത്യത്തിൽ പോലീസിങ് എന്തിനാ? ഒരാളൊരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കാനല്ല, അതിന് കോടതിയുണ്ട്. നിങ്ങൾ അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി കൈവിട്ട് പോയാൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തും. ഇത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലുള്ളവർ ഇറങ്ങി ലാത്തിച്ചാർജ് ചെയ്യുകയാണ്. ലാത്തിച്ചാർജ് നടത്തുക, പൂച്ചട്ടി കൊണ്ടടിക്കുക, ഹെൽമറ്റ് കൊണ്ടടിക്കുക, ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല. കൂടെ DYFIക്കാരും ഉണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം എന്തിനാണ് മർദ്ദിച്ചത്? അന്നാണ് കേരളം ലജ്ജിക്കുന്ന രീതിയിൽ
മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമായിരുന്നു. ഇത് ആലപ്പുഴയിലെ സംഭവത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നൊരിക്കൽ വീണ്ടും ഈ ചോദ്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യമല്ലേ കാണാൻ പറ്റൂ, പിന്നെ എൻ്റെ വാഹനവ്യൂഹം മുന്നോട്ട് പോയില്ലേ, എനിക്ക് പുറകിൽ നടക്കുന്ന കാര്യം കാണാൻ പറ്റുമോ? മുമ്പിലും പുറകിലും കണ്ണുണ്ടാകേണ്ട, ഈ കേരളത്തിലെ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധനത്തെ പേരാണ് പോലീസിങ്. അതെനിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി സത്യത്തിൽ പറഞ്ഞത്. നമ്മളെ പരിഹസിച്ചതാണ്, പക്ഷേ മുഖ്യമന്ത്രി ശരിക്കും ഉദ്ദേശിച്ചത് അറം പറ്റിയതുപോലെ ആയിപ്പോയി. കേരളത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നെ കരിങ്കൊടി കാണിച്ചാൽ അടിച്ചവൻ്റെ നട്ടൽ പൊളിക്കണം എന്ന് മുഖ്യമന്ത്രി കൊടുത്ത ഡോഗ് വിസിൽ എന്ന് പറഞ്ഞാൽ തല്ലാനുള്ള ആഹ്വാനം എന്നാണ് അർത്ഥം. അത് ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇന്ന് മൗനം പാലിക്കുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. അങ്ങനെ ഒരു സംവിധാനത്തെ കേരള ആ സംവിധാനത്തിൻ്റെ പേരെന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ബസ് പോയ യാത്ര? നവകേരള സദസ്സിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി കൊടുത്ത ഡോഗ് വിസിലിൻ്റെ ബാക്കിയാണിത്. പിന്നീട് നടന്ന പോലീസിൻ്റെ ഈ ക്രൂരത. ഇത് എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും, ഇനി എവിടെയൊക്കെ CCTV ഇല്ലാത്ത എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ വേര് കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ CCTVകളുടെയും ക്യാമറ TVകളുടെയും മുന്നിൽ നടന്ന ഒരു വലിയ അതിക്രമം. അതിനെ ഡിഫെൻഡ് ചെയ്യുകയും വീണ്ടും വീണ്ടും ജനം ചോദിക്കുമ്പോൾ എനിക്ക് പിന്നിൽ കണ്ണില്ലല്ലോ എന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ കാര്യത്തിൽ തുടക്കമിട്ട് കൊടുത്തത്. നിങ്ങൾ ചെയ്ത കുറ്റം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കീഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചുപേരെ തല്ലിയതോ അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയതോ ഒരു തെറ്റേ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു നിസ്സാര വിഷയമാണെന്ന് ഞാൻ പറയൂ. അതുകൊണ്ട് തിരുത്തലുണ്ടാകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ്. അന്ന് നിങ്ങൾ പറഞ്ഞതാണ് ഇതിന് തുടക്കം, അല്ലെങ്കിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക്. അവിടെ നിന്ന് തുടങ്ങണം തിരുത്താൻ. പക്ഷേ അതിന് മുഖ്യമന്ത്രി തയ്യാറാവില്ല, ആഭ്യന്തരമന്ത്രി തയ്യാറാവില്ല. പോലീസ് ഇത് ഇങ്ങനെ തന്നെ തുടരും. ഇതൊരു കണ്ണു തുറക്കുന്ന ഒരു അവസരമാണെങ്കിൽ ഈ സർക്കാരിന് 7 മാസം കൂടെ സമയമുണ്ട്. മുഖ്യമന്ത്രി ഇനി സംസാരിക്കും, എന്തായാലും അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിവായി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങേണ്ടത് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അന്ന് പറഞ്ഞത് വെച്ചാണ്. അവിടെ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ ഇതിനൊരു ആത്മാർത്ഥതയുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പോലീസ് ഗുണ്ടായുസമോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.